നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചിന്നുമോളെ കാണാൻ വന്നേക്കാണ് മാമച്ചാനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടിയിട്ട്. അവിടെ ഉള്ള കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങളും മിഠായിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. ആ സമയത്ത് ചിന്നുമോളെ കൂട്ടിയിട്ട് പുറത്തൊന്ന് കറങ്ങാൻ പൊക്കോട്ടെന്ന് രേവതി ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ സിസ്റ്റർമാർ ആദ്യം സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു റൂളില്ല, അങ്ങനെ ഈ റൂളിനെതിരാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാനല്ലേ ചിന്നുമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, 3 വയസ്സ് വരെ ഞാനല്ലേ ഇവളെ നോക്കിയത്, കുറച്ച് നേരം ഒന്ന് ഞാൻ കൊണ്ടുപോയി കളിപ്പിച്ചോട്ടെ എന്നൊക്കെ രേവതിക്കുട്ടി ചോദിച്ചതനുസരിച്ച് രേവതിക്കുട്ടിയുടെയും മാമച്ചാൻ്റെയും ഗ്രേസമ്മയുടെയും കൂടെ കുഞ്ഞിനെ പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം അവർ 4 പേരും കൂടിയിട്ട് ചിന്നുമോളെ കൂട്ടിയിട്ട് 3 പേരും ചിന്നുമോളെ കൂട്ടിയിട്ട് ചിന്നുമോൾക്ക് ഒരുപാട് ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ചിന്നുമോൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഓർഫനേജിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചിന്നുമോൾ എന്ത് ആക്റ്റീവായിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ അവൾക്ക് വീട്ടിലേക്ക് പോയാൽ മതി എന്ന് തന്നെ പറയുന്നത് ആൻറ്റി എന്ന് പറയണം. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ അവളുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്യാഗഭവനാണ്. അവിടുത്തെ കുഞ്ഞുങ്ങളും അവിടുത്തെ സിസ്റ്റർമാരും ഒക്കെയാണ് അവളുടെ ലോകം. ആ ഒരു ലോകവുമായിട്ട് അവൾ ഇണങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് ഇവളെ പിരിയുന്നത് ഓർക്കുമ്പോൾ എപ്പോഴും വിഷമാണ്. ഇവൾ എൻ്റെ കൈകളിലേക്ക് തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ എത്ര നന്നായി എന്നെ എന്ന് രേവതിക്കുട്ടി ഇങ്ങനെ പറയുമ്പോൾ മാമച്ചായനും ഗ്രേസമ്മയും കൂടെ മുഖത്തോടും മുഖം നോക്കുന്നുണ്ട് കേട്ടോ. ഇവൾ നിൻ്റെ കയ്യിലേക്ക് എങ്ങനെ എത്തിച്ചേരാനാ? ഇവൾക്ക് ഒരു അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും ഇവളെ ഇങ്ങനെ ദത്തെടുത്ത് വളർത്തും. കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവരിങ്ങനെ വളർത്തും എന്ന് പറയുമ്പോൾ അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതിന് അലീന ചേച്ചി സമ്മതിക്കത്തില്ല. അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിന്നുമോളെ ആർക്കും വിട്ടുകൊടുക്കില്ല. ചേച്ചി തന്നെ, ചേച്ചിക്ക് ജോലിയൊക്കെ ഒന്ന് സെറ്റായി ചേച്ചി ഒരു വീടൊക്കെ എടുക്കുന്ന സമയത്ത് ചിന്നുമോളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകും, ആർക്കും അങ്ങനെ കൊടുക്കില്ല എന്നൊക്കെ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും സിസ്റ്ററിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറയാണ് രേവതിക്കുട്ടി. അലീന അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചിന്നുമോളെ ആരും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മറ്റാരും ചിന്നുമോളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, മറ്റാരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, അത് ഓർത്തിട്ട് അത് സങ്കടമാണ്. അതുകൊണ്ട് അലീന ചേച്ചി തന്നെ കൂട്ടിക്കൊണ്ടു പോകും, അലീന ചേച്ചി വളർത്തും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് രേവതിക്കുട്ടി പറയണേ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. എന്നാൽ പിന്നെ പക്ഷെ അവൾക്കൊരു ജീവിതമൊക്കെ വേണ്ടേ? ചിന്നുമോളെ കൊണ്ടുപോയി വളർത്തുമ്പോൾ അവൾക്കൊരു ലൈഫൊക്കെ വേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ. ചേച്ചി അതൊന്നും നോക്കില്ല, ചേച്ചിക്ക് ചിന്നുമോളും ഞാനും ഞങ്ങൾ കഴിഞ്ഞുള്ള ലോകമേ ഉള്ളൂ, ചേച്ചിക്ക് ആ ലോകം കഴിഞ്ഞിട്ടുള്ള ജീവിതമേ ഉള്ളൂ എന്ന് പറയണ രേവതിക്കുട്ടി. ആ സമയത്ത് മാമച്ചാൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരുപാട് ലേറ്റായി, നമുക്ക് ചിന്നുമോളെ അവിടെ കൊണ്ടാക്കിയിട്ട് വേണ്ട വീട്ടിലേക്ക് പോവാൻ, എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശരി പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ 3 പേരും കൂടെ ചിന്നുമോളെയും കൂട്ടിയിട്ട് ത്യാഗഭവനിലേക്ക് തന്നെ ചെല്ലുകയാണ്. അങ്ങനെ ത്യാഗഭവനിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർമാർ ലേറ്റായത് കാരണം ഇവർ എവിടെ പോയി, ഇത്രയും ലേറ്റായാലും ഇരുട്ടായി തുടങ്ങിയല്ലോ എന്ന് ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ചിന്നുമോളെയും കൊണ്ടിട്ട് മാമച്ചാനും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെന്താ വരാൻ താമസിച്ചത്, ഞങ്ങൾ ആകെ പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചിന്നുമോളെയും കൊണ്ടിട്ട് ഇവിടുന്ന് പോയെന്ന് സിസ്റ്റർ വിചാരിച്ചു എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അങ്ങനെയല്ല, എന്നാലും സമയം കഴിഞ്ഞപ്പോഴേ ഒരുപാട് ലേറ്റായപ്പോൾ ആകെ ഭയന്ന് പോയി, ഇനിയിപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ തിരിച്ച് എറണാകുളത്തേക്ക് പോകാനുള്ളതല്ലേ എന്നൊക്കെ പറയാണ് സിസ്റ്റർ കേട്ടോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഇറങ്ങുകയാണ് സിസ്റ്റർ, ഇനി കയറുന്നില്ല എന്ന് പറയണം. ആ സമയത്ത് ചിന്നുമോളാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിന്നുമോളെ തിരിച്ച് സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവൾ വണ്ടിയിലിരുന്ന് ഉറങ്ങി സിസ്റ്റർ എന്ന് പറയണ രേവതിക്കുട്ടി. സാരമല്ല, ഇനി ഉണരുമ്പോൾ നിങ്ങളെ ചോദിക്കും, അതാണ് പ്രശ്നം എന്ന് പറയണം. അങ്ങനെ ചിന്നുമോളെ കൊടുത്തിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ കാറിൽ പോകുമ്പോഴും രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമമാണ് ചിന്നുമോളെ കണ്ട് തിരിച്ചു പോകുമ്പോൾ. ഇപ്പോൾ ഗ്രേസമ്മയ്ക്കും തന്നെ ചിന്നുമോളെ പിരിയാൻ വയ്യ എന്നായിട്ടുണ്ട് കേട്ടോ. ഗ്രേസമ്മയോടും ചിന്നുമോളും ഇങ്ങനെ കൂട്ടൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഗ്രേസമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന ഇങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് ഡോറൊക്കെ തുറന്ന് കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അലീന ബാലചന്ദ്രനെ അന്വേഷിക്കുമ്പോൾ ബാലചന്ദ്രൻ വീട്ടിലില്ലയെന്ന് മനസ്സിലാവുകയാണ്. കാറൊന്നും അവിടെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ മുറ്റത്ത് കാണുന്നില്ല. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവാണ് ബാലചന്ദ്രൻ പോയി എന്ന്. ആ സമയത്ത് അലീന ചിന്തിക്കുന്നുണ്ട്, സാർ എന്താ പറയാതെ പോയത്, സാധാരണ എന്നെ വിളിച്ച് ഡോറ് ലോക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണല്ലോ സാറ് പോവാറ് എന്നിങ്ങനെ അലീന ചിന്തിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് റൂമിൽ ഉണ്ടോയെന്ന് ഓർത്ത് ഇനി വീണ്ടും റൂമിലേക്ക് തന്നെ പോയി നോക്കുന്ന സമയത്താണ് അവിടെ ആ കസേരയൊക്കെ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് പോലെ കാണുക. അങ്ങനെ ആ
അങ്ങനെ ആ റൂമിലേക്ക് കയറി നോക്കുമ്പോൾ അലീനെ കാണുന്നത് അവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് കിടക്കുന്നത് പോലെയൊക്കെ കാണുകയാണ്. അപ്പം എന്തൊക്കെയോ ഒരു ആൽബമൊക്കെ താഴെ കിടക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ അലീന അത് എടുത്ത് നോക്കുമ്പോൾ വൈജയന്തിയും ബാലചന്ദ്രനും ഒക്കെ ഒരുമിച്ചുള്ള കുറേ ഫോട്ടോസ് ഉള്ള ആൽബമാണ് അതിലുണ്ടായിരുന്നത്. ആ ഒരു ആൽബത്തിലുണ്ടായിരുന്നത് അത്രയും ഫോട്ടോസ് ആട്ടോ നമ്മുടെ ബാലചന്ദ്രൻ്റെ പഴയ ഫോട്ടോസ്, അതായത് യങ്ങായിരിക്കുമ്പോൾ ഒരു യുവാവായിരിക്കുമ്പോഴുള്ള ഫോട്ടോസ്, അതുപോലെ വൈജയന്തി ഒരു യുവതിയായിരിക്കുമ്പോൾ അതായത് കുറച്ച് ചെറുപ്പമായിരിക്കുമ്പോൾ ഉള്ള ഫോട്ടോസ്, അവർ രണ്ടുപേരെയും വിവാഹം കഴിച്ചതിന് ശേഷം എടുത്ത ഫോട്ടോസ്, മക്കളുടെ ഫോട്ടോസ്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും മാത്രം ഫോട്ടോസാണ് അതിൽ കൂടുതലും ഉള്ളത്. അപ്പം കൂടുതലും പഴയ കാലത്തുള്ള ഫോട്ടോസൊക്കെ അതിലുണ്ട്, ചെറുപ്പത്തിലുള്ള രണ്ടുപേരുടെയും ചെറുപ്പത്തിലുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ അതിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ആകെ കുത്തി വരച്ച് ആകെ ഇങ്ങനെ വലിച്ചെറിഞ്ഞതുപോലെ ഒരു അവസ്ഥയിലാണ് കാണുന്നത് കേട്ടോ. ഇതിങ്ങനെ താഴെ കിടക്കുന്നത് എന്താണെന്നൊക്കെ ഓർത്ത് അലീന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് അലീന അതൊക്കെ എടുത്ത് അവിടെ ആ ടേബിളിലേക്ക് തന്നെ വെക്കുകയാണ്, കസേരയൊക്കെ നേരാക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വൈജയന്തി വരുന്നത്. അപ്പോൾ വൈജയന്തി വരുമ്പോൾ അലീനയോട് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ, അലീനയോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞേക്കാണല്ലോ. അങ്ങനെ വൈജയന്തി വന്നിട്ട് ചായ എടുത്ത് വെക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് തന്നെ മക്കളും വരുന്നുണ്ട് കേട്ടോ. കൃഷ്ണയും ബബിതയും ഒക്കെ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം അലീന അവർക്കുള്ള ചായയും പലഹാരമൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ തീരുമാനം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം വിഷമിക്കണ്ട, ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചു, ഇനി ഞാൻ അധികം വൈകിക്കുന്നില്ല, നാളെ തന്നെ ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് എന്ന് പറയാട്ടോ. അത് കേട്ടപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര ഷോക്കാവുന്നുണ്ട് കേട്ടോ. ചേച്ചി എന്തിനാ പോണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാ പോണേ, ചേച്ചി ഇവിടുന്ന് പോവണ്ട എന്നൊക്കെ പറയുമ്പോൾ, കൃഷ്ണേ നീ മിണ്ടാതിരിക്കുക, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയല്ല, കുട്ടികളല്ല, ഞാനുണ്ട് ഇവിടെ എന്ന് പറയാണ്, ഞാനും അച്ഛനൊക്കെ ഉണ്ട് എന്ന് പറയാണ്. എന്നാലും അമ്മ എന്തിനാണ് ചേച്ചിയെ പറഞ്ഞയക്കുന്നത്, ആരടി നിൻ്റെ ചേച്ചി എന്ന് ചോദിക്കുകയാണ് വൈജയന്തി വീണ്ടും. ആരെങ്കിലും ആയിക്കോട്ടെ, അമ്മ എന്തിനാണ് അലീന ചേച്ചി ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്, അലീന ചേച്ചി ഉണ്ടായതുകൊണ്ട് എന്തൊരു ഉപകാരമാണ് നമുക്ക് എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾക്ക് ഉപകാരമായിരിക്കും, അത് എനിക്ക് ഉപദ്രവമാണ് എന്ന് പറയാണ് അലീനയെക്കുറിച്ച് വൈജയന്തി കേട്ടോ. ആ സമയത്ത് അലീനയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, മാഡം വിഷമിക്കേണ്ട, എന്തായാലും ഞാൻ പോവാൻ തീരുമാനിച്ചല്ലോ, ഞാൻ പൊക്കോളാം എന്ന് പറയാണ്. നിൻ്റെ അടുത്ത് നിന്ന് നിനക്ക് വേണ്ടി ചിലവാക്കിയ പൈസ ഇങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമായി, കൂടാതെ നിനക്ക് വേറെയും കുറേ കാശ് തന്നേക്കല്ലേ ബാലചന്ദ്രൻ എന്ന് പറയുമ്പോൾ, മാഡം ആ 1,57,000 കാര്യമാണോ ആലോചിക്കുന്നത്, അത് എനിക്ക് കോമ്പൻസേഷൻ എന്ന നിലയിൽ സാർ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നതല്ലേ, അത് വേണമെങ്കിൽ ഞാൻ മാഡത്തിന് തിരിച്ച് തരാം എന്ന് പറയുമ്പോൾ, കോമ്പൻസേഷൻ അങ്ങനെ ഒരു പേരും വേറെ വല്ല രീതിയിലും തന്നതായിരിക്കും എന്നൊക്കെ പറയാണ് വൈജയന്തി. മാഡം എന്താ ഉദ്ദേശിച്ചത്, മാഡം ഉദ്ദേശിച്ചത് ഇങ്ങോട്ടേക്ക് പറ, ഞാൻ കേൾക്കട്ടെ, അതിന് മറുപടി ഞാൻ തരാം എന്ന് അലീന പറയുമ്പോൾ, നീ കൂടുതലും മറുപടി ഒന്നും തരാൻ നിൽക്കണ്ട, കൂടുതൽ നീ എന്നെക്കൊണ്ട് പറയിപ്പിക്കാത്തതാണ് നല്ലത് എന്ന് പറയാണ് വൈജയന്തി. അല്ല മാഡം പറ, മാഡം എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കാശ് പിന്നെ എനിക്ക് എന്തിന് തന്നതാണ് സാർ എനിക്ക് എന്തിന് തന്നാന്ന് മാഡം എന്താണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, മാഡം തുറന്ന് പറ എന്നൊക്കെ പറയണം. ആ സമയത്ത് ബബിതയും കൃഷ്ണയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. മാഡം എന്താണ് പറയുന്നതെന്ന് മാഡത്തിൻ്റെ മക്കൾ കൂടി കേൾക്കട്ടെ, അവരുടെ അച്ഛനെ കുറിച്ചും മാഡത്തിൻ്റെ ഭർത്താവിനെ കുറിച്ചും അല്ലേ മാഡം പറയുന്നത്, അത് മക്കൾ കൂടി കേൾക്കട്ടെ എന്ന് പറയാം കേട്ടോ. എന്താണെങ്കിലും ഞാൻ എൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു രൂപ പോലും ഇന്നേ വരെ സമ്പാദിച്ചിട്ടില്ല എന്ന് പറയാണ് അലീന. അങ്ങനെ ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ, അമ്മ എന്തൊക്കെയാണ് പറയണമെന്ന് അമ്മയ്ക്ക് തന്നെ ബോധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എഴുന്നേറ്റ് പോടി ഇവിടുന്ന് എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ പോകുന്നില്ല, ഞാൻ ചായ കുടിക്കുകയാണ്, അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ അമ്മ എഴുന്നേറ്റ് പോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, വൈജയോട് പറയാണ്, ഞാനേ ഇതുവരെ ആത്മാഭിമാനം പണയം വെച്ച് ജീവിച്ചിട്ടില്ല, ഇനി അങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഏത് രീതിയിലും പണം ഉണ്ടാക്കാമായിരുന്നു, അതിനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ വളർന്നത്, എന്നെ വളർത്തിയത് ബ്രിജിത്ത മമ്മിയാണ്. ഒരു പക്ഷേ മാഡമായിരുന്നു എന്നെ വളർത്തിയിരുന്നതെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഇങ്ങനെ ആയി പോകുമായിരുന്നു, മോശക്കാരി ആയേനെ. പക്ഷേ എന്നെ വളർത്തിയത് മാഡം അല്ല, എൻ്റെ ബ്രിജിത്ത മമ്മി എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരികയാണ്. ഞാൻ വളർത്തിയതാണെങ്കിൽ നീ വഴി ഒഴിച്ചു പോകുമായിരുന്നു, നിന്നെ വളർത്താൻ നീ എൻ്റെ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ. ആരാ ഏതാ എന്നൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. എന്താണെങ്കിലും ഞാൻ എൻ്റെ മമ്മി വളർത്തിയത് കൊണ്ടാണ് ആ ഒരു സ്വഭാവ ഗുണത്തിൽ വളരാൻ കഴിഞ്ഞത്. മാഡത്തിനും ഇല്ലേ 2 പെൺമക്കളും 1 മോനും. മോൻ്റെ അവസ്ഥ എന്താണെന്ന് മാഡം കണ്ടതല്ലേ. പെൺമക്കളുടെ കാര്യങ്ങളൊക്കെ കൂടി കുറച്ചുകൂടെ ശ്രദ്ധിച്ചു പോയാൽ മാഡത്തിന് നല്ലതായിരിക്കും. മക്കളൊക്കെ വലുതായി വരുമ്പോൾ എങ്ങനെയാണ് ഏതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയാണ് അലീന.
നീ എന്നെ പഠിപ്പിക്കാറായോടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈജയന്തി കേട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ല് പറയുമല്ലോ, അമ്മ വേലി ചാടിയാൽ മക്കളും മതിൽ ചാടുമെന്ന്, അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പറയണം അലീന. അപ്പം അത് കേട്ടതും വൈജയന്തി ആകെ ഷോക്കായി പോവുക കേട്ടോ. എന്താ ഇവൾ പറയുന്നത്, ഇവൾ എന്തൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ മുന്നേ വെച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയണതെന്ന് ഓർത്ത് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതും പറഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ട് കിച്ചണിലേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിയോട് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, തൃപ്തിയായല്ലോ, കിട്ടിയല്ലോ, ഇനി പൊക്കൂടെ അമ്മയ്ക്ക്, ഇനിയെങ്കിലും മതിയാക്കിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ നിന്ന് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ബബിതയും എഴുന്നേറ്റ് പോവുകയാണ്. വൈജിയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക കേട്ടോ. അലീന പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് വൈജി ഇരിക്കുന്നത്. അപ്പോൾ അലീന ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ മുന വെച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്, ഇങ്ങനെ കുറിക്ക് കൊള്ളുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടല്ലോ. അതൊക്കെ വൈജയ്ക്ക് കുറിക്ക് കൊള്ളാറുണ്ട്, കറക്റ്റായിട്ട് കൊള്ളാറുണ്ട്. അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രനാണെങ്കിൽ ഒരു സമനില തെറ്റിയ ഒരു മനുഷ്യനെ പോലെയാണ് ഷോപ്പിലിരിക്കുന്നത് കേട്ടോ. ജ്വല്ലറി ഷോപ്പിലാണ് ഇരിക്കുന്നത്. അയാൾക്ക് വീട്ടിലേക്ക് പോകാൻ തന്നെ മടിയാവാണ്. എങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലും, എങ്ങനെ വൈജയുടെ മുഖത്ത് നോക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് വീട്ടിലേക്ക് പോവാൻ ബാലചന്ദ്രനെ വിലക്കുന്നത്. അപ്പോൾ വൈജയുടെ മുഖം ഓർക്കുന്തോറും ദേഷ്യം കൂടി വരികയാണ്. താൻ കേട്ട ആ കാര്യങ്ങൾ വീണ്ടും, രേവതിക്കുട്ടിയുടെ ആ നാവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പിന്നീട് കട പൂട്ടി പോകുന്ന സമയമായപ്പോൾ ലാസ്റ്റ് അവിടുത്തെ ജോലിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, സാർ കട അടയ്ക്കാറായില്ലേ, സാർ പോകുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. കാറിൻ്റെ കീയൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അയാളുടെ പോക്ക് കണ്ടിട്ട് ആ കടയിലെ ജീവനക്കാരന് തന്നെ എന്തോ പന്തികേട് തോന്നുക കേട്ടോ. സാറിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ കാറിൽ കയറിയിട്ട് എങ്ങോട്ട് പോകണം എന്നില്ലാതെ അലക്ഷ്യമായിട്ട് കാറിങ്ങനെ ഓടിക്കുകയാണ്. വീട്ടിലേക്ക് പോകണോ വേറെ എവിടേക്കെങ്കിലും പോകണോ എന്നൊക്കെ ഓർത്തിട്ട് കാറിങ്ങനെ ഓടിക്കുകയാണ്. പക്ഷേ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്, പക്ഷെ ഒരുപാട് ലേറ്റായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാമച്ചാനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ തിരിച്ച് വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ അവർ ഒരുപാട് രാത്രിയായിട്ടാണ്, ലേറ്റായിട്ടാണ് വീട്ടിലെത്തുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ദൂരം വണ്ടി ഓടിച്ചതിൻ്റെ ക്ഷീണമൊക്കെ മാമച്ചാനുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ജോസൂട്ടിക്കുള്ള ഫുഡ് രേവതിക്കുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു, ഇത് ജോസൂട്ടി ചേട്ടനുള്ള ഫുഡാണെന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്താ ഇത്രയും താമസിച്ചത്, എവിടെ പോയേക്കായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് ദൂരെ പോയതായിരുന്നു എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും ജോസൂട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം ഇത്രയും നാളും ജോസൂട്ടിയായിരുന്നു അവരെ കൊണ്ട് നടക്കാനും എങ്ങോട്ട് പോകാനും ഒക്കെ കൂട്ടിനുണ്ടായിരുന്നത്. ഇപ്പോൾ രേവതിക്കുട്ടി വന്നേ പിന്നെ ജോസൂട്ടിയെ വല്ലാണ്ട് കൂടെ കൂട്ടുന്നൊന്നുമില്ല അവർ. അങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ മാമച്ചായനാണെങ്കിൽ ആകെ ടയേർഡായിട്ട് ഇരിക്കുകയാണ്. കാരണം വണ്ടി ഓടിച്ച് വന്നതല്ലേ. ഗ്രേസമ്മയ്ക്കും അതുപോലെ രേവതിക്കുട്ടിക്കൊന്നും അത്രയ്ക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. എന്നാലും യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഗ്രേസമ്മയ്ക്കുണ്ട്. ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ രേവതിക്കുട്ടി അകത്തേക്ക് വന്ന ഉടനെ തന്നെ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, രേവതിക്കുട്ടി നീ വണ്ടിയിലിരുന്ന് പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതെന്താ അത് എന്ന് ചോദിക്കുകയാണ്. ആൻറ്റി അതിപ്പോഴും വിട്ടില്ലേ, വീട്ടിലേക്ക് വന്നില്ലല്ലോ, ഞാൻ പറയാം, ഇപ്പം തന്നെ പറഞ്ഞു, നീ എന്താ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ ആൻറ്റി ഷെറിൻ ചേച്ചിക്ക് ഭ്രാന്ത് വന്നത് വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാന്ന് പറഞ്ഞില്ലേ, അതുവരെ വളരെ ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഭ്രാന്ത് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഷെറിൻ ചേച്ചിക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. എനിക്ക് എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു കണക്ഷൻ തോന്നുന്നു എന്ന് പറയണം. എന്ത് കണക്ഷൻ? 2 വർഷം മുമ്പായിരുന്നു എന്നല്ലേ പറഞ്ഞത് അവരുടെ കല്യാണം. അപ്പം അതിൻ്റെ മുൻപ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടാവുമല്ലോ ഷെറിൻ ചേച്ചി, മിക്കവാറും പ്രസവിച്ചിട്ടുണ്ടാകും. അല്ലാതെ 2 വർഷം മുന്നേ കല്യാണം കഴിഞ്ഞാൽ അതിൽ അവർക്ക് വേറെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ, അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ, ആ ആൻസി ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഷെറിൻ ചേച്ചി കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടാകും. പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ അവരെടുത്ത് മാറ്റിയിട്ടുണ്ടാകും. അപ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. പിന്നീട് കുഞ്ഞിനെ കൊടുക്കാതിരുന്നപ്പോഴായിരിക്കും ഷെറിൻ ചേച്ചിക്ക് ഭ്രാന്ത് വന്നത് എന്ന് പറയാട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് ഇവരാകെ ഷോക്കായിട്ടിരിക്കണം മാമച്ചാനും ഗ്രേസമ്മയും. നീ എന്തൊക്കെയാ രേവതിക്കുട്ടി പറയുന്നത്, ഇതൊക്കെ സത്യമാണോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ഞാനേ നാളെ ഒന്ന് ആൻസി ചേച്ചിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിവരങ്ങൾ അറിയാലോ, ഷെറിൻ ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് വിളിക്കാമല്ലോ. ആൻസി ചേച്ചിയല്ലേ ഷെറിൻ ചേച്ചിക്ക് കൂട്ട് നിൽക്കുന്നത്. അപ്പോൾ നാളെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട്, വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് ബാക്കി പറയാമെന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മയോടും മാമച്ചാനോടും കൂടി പറഞ്ഞിട്ട് രേവതിക്കുട്ടി തൻ്റെ റൂമിലേക്ക് പോവുകയാണ്. പിന്നീട്
കാണിക്കുന്നത് അലീന കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വൈജയന്തി വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നീ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മ വേലി ചാടിയാൽ മക്കൾ മതിൽ ചാടുമെന്ന് പറഞ്ഞില്ലേ, അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ് മാഡം എന്ന് പറയണ. നീ പഴഞ്ചൊല്ല് പറയുന്നതല്ല, നീ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, എന്താണ് മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴും ശിക്ഷിക്കുമ്പോഴും അവനവൻ കഴിഞ്ഞ ജീവിതത്തിൽ എത്രത്തോളം നല്ലതായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു എന്നൊക്കെ അന്വേഷിക്കുന്നതും ആലോചിക്കുന്നതും നല്ലതാന്നൊക്കെ പറഞ്ഞില്ലേ, നീ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നമ്മൾ മറ്റൊരാളെ ഇങ്ങനെ മോശക്കാരിയാക്കുമ്പോഴും അവരോട് ദേഷ്യപ്പെടുമ്പോഴും എല്ലാ കുറ്റവും അവരിൽ ചാർത്തുമ്പോഴും നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നത് നല്ലതല്ലേ, അത് മാഡത്തിന് കൊണ്ടോ എന്ന് ചോദിക്കുകയാണ്. മാഡം എങ്ങനെയായിരുന്നു മാഡത്തിൻ്റെ പാസ്റ്റിൽ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയാട്ടോ. അപ്പം വൈജയന്തിക്ക് എന്തൊക്കെയോ ഡൗട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവാണ് അലീനയ്ക്ക്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഇങ്ങോട്ടേക്ക് വന്നത്, ഒരുപാട് പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ ആയിരുന്നു, ഇങ്ങനെ ഇവിടെ നിന്ന് പോകണമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് പുറകിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയാണ് അലീന. അതെന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും ഞാൻ നാളെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ നാളെ പോകും എന്ന് തന്നെ പറയണം. ആ സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ബാലചന്ദ്രൻ വരുന്നുണ്ട്. അപ്പോൾ കാറിൻ്റെ ഹോൺ കേൾക്കുമ്പോൾ വൈജ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം എന്താ ചെയ്യേണ്ടത്? വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം വൈജയൻ്റെ മുഖം കാണൂലേ, വൈജയനെ ഫേസ് ചെയ്യണ്ടേ. അപ്പോൾ അത് ഓർത്തിട്ട് കാറിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. വൈജ വന്നിട്ട് ഡോറ് തുറന്നിട്ടും ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ വൈജ ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ കാണുന്നത് വൈജ ഇങ്ങനെ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. വൈജയെ കണ്ടതും ഭയങ്കര വെറുപ്പും അവജ്ഞയൊക്കെ തോന്നുകയാണ് ബാലചന്ദ്രന്. ഒരു പുച്ഛിരി ചിരിക്കുന്നുണ്ട് കേട്ടോ. താൻ ഒരു പട്ടിയെപ്പോലെ ഇവളുടെ പുറകെ നടന്നിട്ടും ഇവൾ എന്നോട് ചെയ്തത് ഇതാണല്ലോ എന്നോർത്തിട്ടുള്ളൊരു സങ്കടം ഒക്കെ കൂടിയാണ്. അങ്ങനെ ബാലചന്ദ്രൻ കാറിൽ നിന്ന് ബാഗൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു മാനസികാവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ വൈജയ ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വൈജയെ ഒട്ടും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് വൈജയ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ ഇത്ര ലേറ്റ് ആയത് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുക കേട്ടോ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ബാലേന്ദ്രൻ എന്താ ഇത്ര ലേറ്റ് ആയത്? ഒരുപാട് നേരം ഞാൻ വിളിച്ചു, അതും കോൾ എടുത്തതുമില്ല, എന്ത് പറ്റിയതാ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയ രൂക്ഷമായിട്ട് തല തിരിക്കുന്നുണ്ട്. പക്ഷെ വൈജയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല കേട്ടോ. വളരെ ദേഷ്യഭാവത്തിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറി പോവാണ്. ഒന്നും മിണ്ടാതെ ബാലചന്ദ്രൻ പോയത് ഓർത്തിട്ട് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് വൈജയ്ക്ക് തോന്നുക കേട്ടോ. അങ്ങനെ വൈജയാണെങ്കിൽ പുറകെ ബാലചന്ദ്രൻ്റെ പുറകെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രൻ എന്താ ഞാൻ ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴും ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ബാലേന്ദ്രൻ കേൾക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചെവി പൊട്ടിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് ഒച്ചയെടുക്കുകയാണ് വൈജയുടെ നേരെ കേട്ടോ. ഈ ഒച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ വൈജയ്ക്ക് ആകെ വല്ലാതാവുകയാണ്. വൈജയോട് ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് അങ്ങനെ ആദ്യമായിട്ടാണ്, ഇത്രയും ഭയങ്കര ഷൗട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ഭയങ്കര ഷോക്കാവുകയാണ്. അതേസമയം അലീനയും ഇത് കാണുക കേട്ടോ. വൈജയോട് ഭയങ്കര ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് കാണുകയാണ്. അലീനയും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാനും ചില ഭാഗങ്ങൾ ഒഴിവാവാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഇതൊക്കെ പ്രമോ കണ്ടിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അപ്പോൾ കുറേ സീനുകൾ എക്സ്ട്രാ ആഡ് ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും സംഭവിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി. താങ്ക്സ് ഫോർ വാച്ചിങ്.